ഈശോയിലേറ്റവും പ്രിയപ്പെട്ട ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ ശ്രാമ്പിക്കൽ എഫ് പിതാവേ, ബഹുമാനപ്പെട്ട അൽഫോൻസാ ഷ്രൈൻ പ്രട്ടച്ച, ബഹുമാനപ്പെട്ട പ്രണങ്ങാനം ഫൊറോന പള്ളി വിചാരിച്ച പള്ളിയിലും ഷ്രൈനിലും ശുശ്രൂഷകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ ആയിരിക്കാൻ പരിശ്രമിച്ചതും ഇന്ന് തിരുനാളിൻ്റെ സമാപന ദിവസത്തിൽ വലിയൊരു ജനാവലി നമ്മളുടെ ഈ വലിയ ദേവാലയത്തിലും ഷ്രൈനിലും എല്ലാം പ്രഭാതം മുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആരംഭിച്ചത് ഇവിടെ അൽഫോൻസാ ഷ്രൈനിൽ രൂപതയിലെ എല്ലാ അച്ഛന്മാരും സഭാതലവനോട് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ്. മിനിഞ്ഞാന്ന് നമ്മൾ ജൂബിലി സമാപിപ്പിച്ചത് രൂപതയിലെ എല്ലാ വൈദികരും, രൂപതയിലെ എല്ലാ മദർമാരും, എല്ലാ കൈക്കാരന്മാരും, പാസ്റ്ററൽ കൗൺസിലിൻ്റെ അംഗങ്ങളും നമ്മളുടെ അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ്. ഈ കാലയളവിൽ നമ്മളുടെ സിസ്റ്റേഴ്സ് നമ്മളുടെ രൂപതയിലെ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. ഈ 3 ഘടകങ്ങൾ വൈദിക സമൂഹം മുഴുവൻ കുർബാനയിൽ ഇവിടെയും നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ ആയിരുന്നതും, സിസ്റ്റേഴ്സ് നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളും സന്ദർശിച്ചതും ഏറ്റവും അനുഗ്രഹദായകമായ കാര്യങ്ങളായിരുന്നു. എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ അൽഫോൻസാമ്മയുടെ പുണ്യ ഖബറിനോട് ചേർന്നാണ് നമ്മൾ നടത്തുന്നത്. CBCI നടത്തിയപ്പോൾ 204 പിതാക്കന്മാർ നമ്മുടെ രാജ്യത്തെ ഇവിടെ വന്ന് ഈ പള്ളിയിൽ പ്രവേശിച്ചും മുകളിലത്തെ പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുമെല്ലാം നമ്മൾ ദൈവത്തെ സ്തുതിച്ചു. പിശാചിന് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പേടിയുള്ളത്. ഒന്ന് വിശുദ്ധ കുർബാന, 2 വിശുദ്ധരുടെ ഖബറുകൾ, പുണ്യ കുടീരങ്ങൾ. ഇതിനകത്ത് പ്രവേശിക്കാണ്ട് പക്ഷേ അതിൻ്റെ പരിസരത്ത് നിന്ന് അവർ ഉപദ്രവിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും പിശാചുക്കൾ ഇരിക്കുമെന്ന് കണ്ണാത് പുണ്യവാളൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖബറുകളിൽ, പുണ്യവാന്മാരുടെ, രക്തസാക്ഷികളുടെ പുണ്യകുടീരങ്ങളിൽ അവർക്ക് പ്രവേശിക്കാൻ പേടിയാണ്. അല്ലാത്ത ഖബറിലൊക്കെ പ്രവേശിക്കുക നമ്മൾ വേദപുസ്തകത്തിലും വായിക്കുന്നുണ്ടല്ലോ. അവർ ശവകുടീരങ്ങൾക്ക് ഇടയിൽ നിന്നാണ് പുറത്തു വന്നതെന്നൊക്കെ. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ വിശ്വാസവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഈ ശാസ്ത്രികൾ പോലും പേടിക്കുന്നത്. നമ്മൾ ഇവിടെ അമ്മയുടെ കുടീരത്തിലായിരിക്കുമ്പോൾ ഈശോയുടെ മുറിവുകളെക്കുറിച്ചും അൽഫോൻസാമ്മയുടെ സഹനങ്ങളെക്കുറിച്ചുമാണ് നിരന്തരമായിട്ട് ഓർക്കുന്നതും പ്രഘോഷണം നടത്തുന്നതും. ഈശോയുടെ മുറിവുകളാണ് എനിക്ക് കാണേണ്ടതെന്ന് ഉത്ഥാനം ചെയ്ത ഈശോയെക്കുറിച്ചും തോമാസ് ശ്ലീഹ ആവശ്യപ്പെട്ടല്ലോ. മുറിവുകളിലാണ് ഉത്ഥാനത്തിൻ്റെ സന്ദേശം ചേർത്ത് വച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മുറിപ്പാടുകളിലാണ് നമ്മളും ദിവ്യരഹസ്യങ്ങളുടെ ആഴങ്ങൾ കാണുന്നത്. മിശിഹായുടെ സ്ലീവ, കുരിശ്, അവൻ മരിച്ചു കിടക്കുന്ന ഒരു ബെഡ് മാത്രമല്ല,
നമ്മെ പഠിപ്പിക്കാൻ ഈശോ ഇരിക്കുന്ന കത്തീഡ്ര കസേര കൂടിയാണ് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിലാണല്ലോ സത്യം. ആ സ്ലീവായിൽ നിന്നാണ് നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും ദിവ്യരഹസ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്നതും. നമുക്കൊരു ആത്മീയമായ വീണ്ടെടുപ്പ് ആവശ്യമാണ്. അതിനുള്ള കേന്ദ്രമാണ് ഭരണജ്ഞാനം. ഏതൊരു ജോലിക്കും അധികാരപൂർവം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ആധികാരികത ഉണ്ടാകണമെങ്കിൽ അതിന് സുവിശേഷത്തോട്, പുണ്യവാന്മാരോട് ബന്ധമുണ്ടായിരിക്കണം. ആധികാരികതയില്ലാത്ത അധികാര പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നതും എങ്ങനെയാണ് നമുക്ക് ശുശ്രൂഷകളിൽ ഒരു ആധികാരികത സ്വന്തമാക്കാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഗോതമ്പ് മണി ഭക്ഷണമായും വിതയ്ക്കാനുള്ള വിത്തായും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കുറേ കഴിയുമ്പോൾ അത് അപ്പമായി മാറുന്നുണ്ട്. അല്ലെങ്കിൽ വിതച്ച് വീണ്ടും ധാന്യമണികൾ ഉണ്ടാകുന്നതുവരെ വളരുന്ന പ്രക്രിയയിൽ ഒരു പുതിയ ജീവിതത്തിനായി അഴിയുന്നു എന്ന ആ കാര്യവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഴിയുന്ന ഗോതമ്പ് മണിയെ ഇൻ്റലക്ച്വലായിട്ട് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ബുദ്ധിപരമായിട്ട് മാത്രം കണ്ടാൽ പോരാ. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റവനുമായ ഈശോയോടുള്ള നമ്മുടെ സ്നേഹമാണ് അവിടെ നമ്മൾ കാണേണ്ടത്. നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇഗോയിസ്റ്റിക്കായിട്ടുള്ള മറ്റാരോടും ബന്ധമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ തനിയെ ഇരിക്കും. ആരും കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. അഴിയുമ്പോൾ സമൃദ്ധമായ ഫലം നൽകും. ഇത് രക്ഷാചരിത്രത്തിലെ ഈശോയുടെ ദൗത്യമാണ്. പുതിയ ഗോതമ്പ് ചെടിക്ക് ജന്മമേകാൻ അഴിഞ്ഞു തീർന്ന ഗോതമ്പ് മണിയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. അമ്മയുടെ തിരുനാളിൽ അഴിയുന്ന ഗോതമ്പ് മണിയുടെ സുവിശേഷം എല്ലാ വർഷവും നമുക്ക് നമ്മുടെ സഭ നിശ്ചയിച്ചു തന്നിരിക്കുന്നതും അക്കാരണം കൊണ്ടാണ്. മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെടുന്ന വിനാഴികയിൽ ഞാൻ അഴിഞ്ഞു പോകുമെന്ന് ഈശോ തന്നെ പറഞ്ഞിരുന്നല്ലോ. അവൻ നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ആ സുവിശേഷം കാണുന്നുണ്ട്. നിലത്ത് വീണ് പ്രാർത്ഥിച്ചു, കുരിശിൽ മരിച്ചു. ഗോതമ്പ് മണിയുടേതുപോലെയാണ് ഈ ദൗത്യമെന്ന് ഈശോ പഠിപ്പിച്ചു. അഴിഞ്ഞ് ഇല്ലാതാകുന്ന ഗോതമ്പ് മണിയുടെ ചരിത്രമാണ് നമ്മളുടെ വിശുദ്ധന്മാരും രക്തസാക്ഷികളും എല്ലാം നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ളതും. ഈശോയ്ക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച അനേകർ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് ഇപ്രകാരമാണ്. ചരിത്രത്തിലെ വിശുദ്ധരും രക്തസാക്ഷികളും എല്ലാം ഇതിൽപ്പെടുന്നവരാണ്. ഇന്നും ചരിത്രത്തിൽ അറിയപ്പെടാതെ നിൽക്കുന്ന എളിയവരും ചെറിയവരുമായ അനേകരും ഈ കാര്യത്തിൽ പെടും. ഗോതമ്പ് മണി അഴിയുന്ന ആ ചിത്രം നമ്മളുടെ ജീവിതത്തെ നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനോടാണ് സുവിശേഷകന്മാർ കൂട്ടിയോജിപ്പിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പൈശാചികമായ പ്രവൃത്തികൾ ധാരാളം ഇന്ന് ലോകത്തുണ്ട്.
ഈശോയ്ക്ക് തന്നെയും നേരിടേണ്ടി വന്ന കാര്യം അതാണല്ലോ. പിശാച് വളരെ തന്ത്രപൂർവം ഈശോയുടെ ചുറ്റും, ഈശോയെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ചുറ്റും, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും, ഈശോയെ കൊണ്ട് നടക്കുന്ന നമുക്ക് ചുറ്റും എല്ലാം ഉണ്ട്. ഈശോയുടെ മാമോദീസ വേളയിൽ ഇവൻ എൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്ന് ദൈവപിതാവ് പറയുന്നത് പിശാചും കേട്ടിരുന്നു. മാമോദീസ കഴിഞ്ഞ് ഉടനെ മരുഭൂമിയിലേക്ക് പിശാച് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചോദിച്ച ചോദ്യങ്ങൾ എല്ലാം ഒറ്റ ചോദ്യമാണ്: നീ ദൈവപുത്രൻ ആണെങ്കിൽ. അതാണ് നമ്മളോടുമുള്ള ചോദ്യം. നീ നല്ല അച്ഛനാണെങ്കിൽ, നല്ല ഒരു സഹോദരിയാണെങ്കിൽ, നല്ല ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഈ ചോദ്യമാണ്. നീ ദൈവപുത്രനാണെങ്കിൽ. അതാണല്ലോ പിന്നീട് വന്ന കൗൺസിലുകളെല്ലാം കൂടാനുള്ള കാര്യവും. മനുഷ്യപുത്രനാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ചോദ്യമൊന്നും പിന്നെ വരാനില്ല. ഈശോ ദൈവമാണ് എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് ആദ്യത്തെ കൗൺസിൽ, നിക്കയ കൗൺസിൽ. അതിൻ്റെ 1700 വർഷത്തിലാണല്ലോ നമ്മൾ. അരിയൂസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈശോ നല്ല മനുഷ്യനാണ്, പുണ്യവാനെ പോലെയാണ്, പാവപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ വ്യക്തി ദൈവമാണ് എന്ന് ഉറപ്പിച്ച് അരിയൂസിന് പറയാൻ കഴിഞ്ഞില്ല. ആ ചോദ്യമാണ് പിശാചൻ ചോദിക്കുന്നത്. നീ ദൈവമാണെങ്കിൽ കല്ലുകൾ അപ്പമാക്കി മാറ്റുക, ഗോപുരത്തിൻ്റെ മുകളിൽ കയറി താഴോട്ട് ചാടുക, എന്നെ ആരാധിച്ച് ഈ ലോകം മുഴുവനും നീ ഏറ്റെടുക്കുക. ഇത്തരം വെല്ലുവിളികൾ നമ്മയെല്ലാം വിഷമവൃത്തത്തിൽ ആക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കുമ്പോൾ ഈശോയെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്ന് കാണുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. കർദിനാൾ റാറ്റ്സിംഗർ, ഇവിടെ പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ എഴുതി, നല്ലവണ്ണം വേദപുസ്തകം അറിയാവുന്ന ഒരു കൂട്ടരാണ് പിശാചുക്കൾ, നല്ലതുപോലെ. ഞാൻ കർദിനാൾ റാറ്റ്സിംഗറിൻ്റെ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. ദ ഡെവിൾ ഈസ് ഓൾസോ എ ഗിഫ്റ്റഡ് തിയോളജിയൻ, a connoisseur of the Bible, who knows how to quote the Psalms exactly. എവിടെയാണ്, എപ്പോഴാണ് സങ്കീർത്തനങ്ങൾ കോട്ട് ചെയ്യേണ്ടതെന്ന് പിശാചിന് നന്നായിട്ടറിയാം. The whole conversation of the temptation of Jesus in the desert takes the form of a dispute between two separate scripture scholars. മരുഭൂമിയിലെ ഈ 3 പരീക്ഷണങ്ങൾ, അതിൻ്റെ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കാണുമ്പോൾ ബെനഡിക്ട് പിതാവ് പറഞ്ഞു, നല്ല 2 ബൈബിൾ പണ്ഡിതന്മാർ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്, ആ കൂട്ടത്തിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടായിരിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി എതിരെ പോയാലും ആ പോയ പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. ആരുടെയും കാര്യം, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, നമ്മുടെ വിലപ്പെട്ട ചിന്തകൾ, അതെല്ലാമാണ് ലോകത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ. പ്രാർത്ഥനയും സഹനങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഏതൊരു യാത്രക്കാരൻ്റെയും തീർത്ഥാടകൻ്റെയും ഊന്നുവടികൾ. സഹനത്തെക്കുറിച്ചുള്ള സുവിശേഷാത്മക ചിന്ത, അതുപോലെ പ്രാർത്ഥന. അൽഫോൻസാമ്മയുടെ സൂക്തങ്ങളൊക്കെ ഇപ്പോൾ കുറേയെല്ലാം ദൈവജനം മനസ്സിലാക്കുകയും പഠിക്കുകയും അത് നല്ല രീതിയിൽ ഇവിടെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്യങ്ങളാണതെല്ലാം.
അതിനകത്ത് തിരുസഭയെക്കുറിച്ചുണ്ട്, ഈശോയെക്കുറിച്ചുണ്ട്, പരിശുദ്ധ റൂഹായെക്കുറിച്ചുണ്ട്, ദൈവത്തെക്കുറിച്ച് ആത്യന്തികമായിട്ടുള്ള ചിന്തകളുണ്ട്, മനുഷ്യനെക്കുറിച്ചുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് അൽഫോൻസാമ്മയുടെ സൂക്തങ്ങൾ. ഒന്നിനെക്കുറിച്ച് മാത്രമല്ല, ഒന്നിലേക്ക് നമ്മൾ എത്താനായിട്ട്, ഈശോയിലേക്ക് നമ്മൾ എത്താനായിട്ടുള്ള എല്ലാ വഴികളും അതിലുണ്ട്. ഇൻ്റർ ഡിസിപ്ലിനറിയാണത്. വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുമ്പോൾ തമ്മിൽ ബന്ധമില്ലാതെ നമ്മൾ പഠിച്ച് പോന്നാൽ പോരാ. ഒന്ന് മറ്റൊന്നിനെ വിശദീകരിക്കുന്ന കാര്യമാണ് എന്നുള്ള ആ ഒരു അൽഫോൻസ്യൻ തിയോളജിക്കൽ ഓറിയൻറ്റേഷൻ നമ്മൾ വീണ്ടും കണ്ടെത്തണം, പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. അൽഫോൻസാമ്മയിൽ അതുവഴി നമ്മൾ കാണുന്നതൊരു ഹാർമോണിയ ആണ്, ഒരു താളമാണ്, ഒരു ഈണമാണ്. ഇന്ന് നമ്മളെവിടെ ചെന്നാലും കോലാഹലങ്ങളാണ്, ഒച്ചപ്പാടുകളാണ്. അതിനെല്ലാം ഇടയിൽ അമ്മ ഒരു ഹാർമോണിയ, ഒരു താളവും നല്ല ഒരു ലയന ഫിലോസഫിയും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. താളം നഷ്ടപ്പെട്ട വ്യക്തികളെ പോലെ നമ്മൾ പോകുന്നുണ്ട്. നമുക്കല്പം പോലും വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു, കുമ്പസാരക്കൂട്ടിൽ, ബാങ്കിൻ്റെ സ്ഥലത്ത്, ആശുപത്രികളിൽ, വില്ലേജ് ഓഫീസുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ട്രെയിൻ സ്റ്റേഷനുകളിൽ, പണ്ഡിതന്മാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ മുറികളുടെ മുമ്പിൽ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്കിഷ്ടമില്ല. ഞാൻ വരുമ്പോൾ അകത്തിരിക്കുന്നയാൾ ഓടി വന്ന് എല്ലാത്തിനും ഉത്തരം പറയണം. എന്തോ ഒരു റെസ്റ്റ്ലെസ്നെസ്സാണ്. ഒരിടത്തും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല, ആർക്കും പറ്റുന്നില്ല. നമ്മൾ അമ്മയിൽ നിന്ന് ഈ പാഠം നല്ലതുപോലെ പഠിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അൽഫോൻസാമ്മ ആ ഒരു സ്പിരിച്വാലിറ്റിയും കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദ സ്പിരിച്വാലിറ്റി ഓഫ് വെയിറ്റിംഗ്. നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. നമ്മൾ ആരെ കാണാൻ വരുന്നുവോ, ഏത് ഉദ്യോഗസ്ഥനാകട്ടെ അല്ലെ ഏത് വിചാരിച്ചനായിക്കൊള്ളട്ടെ, നമ്മൾ ശാന്തമായിട്ട് അവിടെ ഒന്നിരുന്ന് അല്പസമയം ആ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ വൈദികർ അല്ലെങ്കിൽ ആ പോലീസുകാർ അവരൊന്ന് സമാധാനത്തിൽ വന്ന് നമ്മളെ കാണാനായിട്ട് ഉള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. അമ്മയുടെ പ്രബോധനം ഇന്ന് ലോകം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇത്രമാത്രം തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലവും സെൻറ്റ് പീറ്റേഴ്സ് കഴിഞ്ഞാൽ വേറൊന്നുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ ക്രൈസ്തവരും ഇതര മതസ്ഥരും ഇവിടെ കാത്തുനിന്ന് അമ്മയുടെ പുണ്യകുടീരം കാണുകയാണ്, ചുംബിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ വാക്കുകൾ നമ്മെ പൊള്ളിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. അമ്മ പഠനത്തിനിടയിൽ മുട്ടചെറിയിൽ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ പേരമ്മ പറഞ്ഞല്ലോ, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മ പേരമ്മ നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അന്നക്കുട്ടിയോട്, അൽഫോൻസായോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാനും ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാനും ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെയെല്ലാം പണ്ടേ ഉപേക്ഷിച്ചതാണ്. എൻ്റെ മണവാളിനെ ഞാൻ കണ്ടെത്തി. അത് ഈശോയാണ്, ഈശോയാണ്. ഞാനും ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ധീരമായ ഒരു പ്രഘോഷണമാണത്.
അങ്ങനെ കർത്താവിനെ തിരിച്ചറിയാനായിട്ട് വളരെയധികം സഹിച്ച ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസാമ്മ. ഒരിക്കലും അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ കുരിശിലാണ് കിടക്കുന്നത്. കുരിശിൽ കിടന്നപ്പോൾ കർത്താവിന് കാലും കൈയും അനക്കാനോ തിരിക്കാനോ മറിക്കാനോ പറ്റില്ലായിരുന്നു. ഞാനും രോഗം മൂലം ഇപ്പോൾ കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ പോലെ കാലും കൈയും അനക്കാൻ പറ്റാതെ കിടക്കുകയാണ്. തീജ്വാലയുടെ നടുവിൽ കിടക്കുന്ന പുളയുന്ന ഒരു കീടത്തിന് തുല്യമാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഞാൻ ഓടി എൻ്റെ കർത്താവിൻ്റെ മടിയിൽ പോയി ഇരിക്കും. എന്തൊരു പവർഫുള്ളായിട്ടുള്ള എക്സ്പ്രഷൻസാണ്. പൗലോസ് പോലും ഇത്ര ധീരമായ കാര്യങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല. ഈശോയുടെ സഹനത്തിൽ വന്ന കുറവുകൾ എൻ്റെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിലും വഹിക്കണമെന്ന് ഒക്കെ പൗലോസ് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ അടിസ്ഥാനപരമായ റാഡിക്കലായിട്ടുള്ള ചിന്തകളാണ് അമ്മയുടെ വാക്കുകൾ, സൂക്തങ്ങൾ. സഹിച്ച് മടുത്ത് ഉടഞ്ഞുപോയ കൂമ്പടഞ്ഞ ഒരു ജീവിതമല്ലായിരുന്നു അമ്മയുടേത്. സഹനം സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പ് ലാഡറായിട്ട്, ഗോവണിപ്പടിയായിട്ട് അമ്മ കണ്ടു. അതാണ് അമ്മയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രൈസ്തവ ജീവിതം രക്തസാക്ഷിത്വത്തിൻ്റേതാണ്, സഹനങ്ങളുടേതാണ്. The highest life has the hardest sufferings. തോമസ് അക്വീനാസ് പറഞ്ഞൊരു കാര്യമാണ്. The highest life has the hardest sufferings. ചുമ്മാ നടക്കുന്ന ഒരാൾക്ക് അങ്ങനെ വേദനകളൊന്നുമില്ല. നല്ല കുട്ടികൾക്ക് അപ്പനായിട്ടും അമ്മയായിട്ടും ജീവിക്കണമെങ്കിൽ ഹാർഡസ്റ്റ് സഫറിങ്സ് ഉണ്ടാകാം. നല്ല മാതാപിതാക്കൾ, നല്ല വൈദികർ, വളരെ നല്ല മെത്രാനിഷ്യന്മാർ, ഹാർഡസ്റ്റ് സഫറിങ്സ് അവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകും. ദ തോൺ ഇൻ ദ ഫ്ലെഷ് വിൽ നെവർ ബി ടോട്ടലി റിമൂവ്ഡ്. പൗലോസ് ശരീരത്തോടുകൂടി സ്വർഗത്തിലെത്തിയപ്പോഴും ഈ വേദനയോടുകൂടിയാണ് പോയത്. എടുത്തു മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ ആ മുള്ളോടുകൂടിയാണ് പോയത്. ഈശോ മുറിവുകളോടുകൂടി ഉത്ഥിതനായി എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പരിശോധിക്കാനും സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറി ഈശോയുടെ പക്കൽ എത്തിയതുപോലെ നമുക്ക് ഈ പുണ്യകുടീരം സന്ദർശിക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നണം. നമ്മൾ ഈ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളായിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അനുഭവിക്കുന്ന വേദനകൾ അറസ്റ്റിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ നിർഭാഗ്യകരമായ കാര്യമായല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് റെയിൽവേ പോലീസ് ഛത്തീസ്ഗഡിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസം കഴിയുമ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായൊരു കാര്യമാണത്. അവരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിലെ ഹോസ്പിറ്റലിലേക്ക് പരിശീലനത്തിനും ജോലിക്കുമായി എല്ലാ രേഖകളോടും കൂടി 2 യുവതികളെ കൊണ്ടുപോയതാണ്
ഈ സിസ്റ്റേഴ്സ്. CBCIയുടെ പ്രസിഡൻറ്റും എല്ലാം ഇക്കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ജാമ്യത്തിനായി അവർ ശ്രമിക്കുമ്പോൾ നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കത്തോലിക്കരായ നമ്മൾ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നവരല്ല, ആരെയും കടത്തിക്കൊണ്ടു പോകുന്നവരല്ല. മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ എളിയ സഹോദരിമാർ ഈ കുട്ടികളെയും കൊണ്ട് അവിടെ പോയതും അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതും. ജീവിതം കൊണ്ട് ഈശോ ആരാണെന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ മതങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ മുൻവിധിയോടെയും ശത്രുതാ മനോഭാവത്തോടെയും വൈകാരികമായി ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്ക് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ വിവിധ മതങ്ങൾ തമ്മിൽ ഹാർമണിയുണ്ട്, വഴക്കില്ല എന്നൊക്കെ എപ്പോഴും പറയുമ്പോഴും കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരിമാർ കേരളത്തിന് പുറത്തു പോയി ആക്ഷേപിക്കപ്പെടുകയും ജയിൽവാസം അനുഭവിക്കേണ്ടിയും ഒക്കെ വരുമ്പോൾ ആ പറയുന്നതിൽ വലിയ പൊരുളില്ല എന്ന് നമുക്കറിയാം. ഈ 8-10 കൊല്ലത്തിനുള്ളിൽ 4316 ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. വലിയൊരു ചലഞ്ചാണത്. ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് എഗൻസ്റ്റ് വിമൻ, എഗൻസ്റ്റ് ട്രൈബൽസ്, എഗൻസ്റ്റ് റിലീജിയസ് സിസ്റ്റേഴ്സ്, എഗൻസ്റ്റ് റിലിജിയൻ ആൻഡ് ഓൾസോ എഗൻസ്റ്റ് ഫ്രീഡം. അതേതെങ്കിലും 1-2 ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തടഞ്ഞു നിർത്തുകയാണ്. ഇത്ര സമഗ്രമായ നോബ്ലസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യത്തിൽ, ഭരണഘടനയുള്ള രാജ്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് വികാരപരമായ വിഷയം മാത്രമല്ല, നമ്മളുടെ നിലനിൽപ്പിൻ്റെ കാര്യവും കൂടിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ദിസ് ഈസ് ആൻ ഇഷ്യൂ കൺസേണിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കൺസേണിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യനായിട്ട് നമുക്ക് ഈ രാജ്യത്ത് ഇവിടെ താമസിക്കണമല്ലോ. ഭരണഘടന നമ്മളോട് ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം വേണം. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി സ്റ്റോറീസ് ഓഫ് കമ്മ്യൂണൽ ഹാർമണി ഇൻ കേരള വെൻ എൽസ്വെയർ ദേ ആർ പെർസിക്യൂട്ടഡ് ഫോർ ദെയർ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്സ്. ഈ ശുദ്ധരായ കന്യാസ്ത്രീകൾ അവരിവിടുന്ന് ബസ്സും ട്രെയിനും എല്ലാം കയറി ഇവിടുന്ന് ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുപോയി അവിടുത്തെ ആളുകളെ തീറ്റിപ്പോറ്റി അവരുടെ കൂട്ടത്തിൽ പാർത്ത് ഈശോയുടെ മുഖം സ്വാഭാവികമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ആ പ്രക്രിയയിൽ അവർ ഏൽക്കേണ്ടി വരുന്ന പീഡനമാണിത്. മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ്, ഭരണഘടനയെ ബലഹീനമാക്കുകയാണ്, ദൈവത്തോടുള്ളൊരു അറ്റാക്ക് കൂടിയാണിത്. എല്ലാവർക്കും പേടിയാണ്, കോടതിയിലുള്ള വിഷയമാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, കോടതി പറയട്ടെ. അത് ശരിയാണ്, കോടതിയെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ കോടതിയും ഈ രാജ്യത്തിൻ്റെതാണ്, ഈ മണ്ണിലെ മനുഷ്യരാണ്. അവർക്ക് സാധാരണ മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. ആ കോടതിയെയും സഹായിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള കോടതിയാണ്. അതുകൊണ്ട് നമുക്ക് അൽഫോൻസാമ്മയുടെ പുണ്യകുടീരത്തിലിരിക്കുമ്പോൾ
അമ്മയെപ്പോലെ വിശുദ്ധിയുള്ള ഈ സഹോദരിമാർ, അവരുടെ സഹപ്രവർത്തകർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന ഈ യാതനകൾ കണ്ണടച്ച് നമ്മൾ കളയരുത്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യം സർക്കാരിനോടും വേണ്ടി വന്നാൽ വിപുലമായ സംഘടിത സ്വഭാവത്തോടു കൂടിയും അറിയിക്കാനായിട്ട് അൽഫോൻസാമ്മയോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അമ്മ വഴിയുള്ള ഈശോയുടെ കൃപ നമുക്ക് ആവശ്യമാണ്. അതിനുള്ള കരുത്താണ് ഈ കുർബാനയിലൂടെ, ഈ അമ്മയുടെ തുമ്പിലൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അമ്മയുടെ മധ്യസ്ഥം തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉളവാക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മളുടെ പാവപ്പെട്ട പരിശുദ്ധരായ സന്യാസിനിമാരെ, ക്രൈസ്തവരെ, വൈദിക വിദ്യാർത്ഥികളെ വെറുതെ വിട്ടുകളയാൻ ഒക്കില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ പോലെ, ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ നമ്മൾ വിട്ടുകളയരുത്. അവർ നമ്മുടെ മക്കളാണ്, മലയാളികളാണ്. ഇവിടെ ജനിച്ച് വളർന്ന് ഈ സഭയിൽ, കേരള സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഗൗരവതരമായ രീതിയിൽ നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ ദിവസം അമ്മയുടെ ഈ പുണ്യഖബറിൽ വന്നു പോകുന്ന എല്ലാവർക്കും ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മയുടെ വശം കൂടെ കാണാനും മനസ്സിലാക്കാനും ബന്ധപ്പെട്ടവരോട് അതേക്കുറിച്ച് പ്രതികരിക്കുവാനും ഉള്ള ശക്തി കൂടെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.